വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും നീണ്ട ക്യൂ ആണ് പല പോളിംഗ് സ്റ്റേഷന് മുന്നിലും നമുക്ക് പാലക്കാട് കാണാനാകുന്നത്. വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുണ്ടൂരിലെ 19-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെയും നല്ല ക്യൂ ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഏകദേശം ഇതിനിടയിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനടുത്തോ വോട്ടിംഗ് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. VVPAT മെഷീൻ കേടായതിനെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെട്ടു. പിന്നീട് പുതിയ മെഷീൻ സ്ഥാപിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുള്ളത്. എന്താ ചേച്ചി കുറേ നേരമായി വന്നിട്ട്? 4 മണിക്ക് വന്നതാണ്. ടോക്കൺ കിട്ടിയോ? ടോക്കൺ ഇനിയിപ്പോ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? ഇനിയിപ്പോ എത്ര സമയം ഇരിക്കുന്നല്ലേ വഴിയുള്ളൂ. വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം. പിന്നെ ചേച്ചി കുറെ നേരമായി വന്നിട്ട്? 4 മണിക്ക് വന്നത്. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ? ഒരുമിച്ച് തന്നെ. വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. അങ്ങനെ തന്നെയുള്ളൂ. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇവിടെ വന്നിട്ടുണ്ട്. പല പോളിംഗ് സ്റ്റേഷനുകളിലും ഇപ്പോഴും നീണ്ട ക്യൂ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ, എന്താണ് സൂചിപ്പിക്കുന്നത്? എന്ത് സൂചനയാണ് കിട്ടുന്നത്? ഒന്ന് പല പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും പരിചയം ഈ ആദ്യമായിട്ടൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ വരുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടത്ര ഇതിനെ സംബന്ധിച്ച് വിവരമില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടത്ര രീതിയിൽ ഇത് വല്ലാതെ ഡിലേ, വോട്ടിങ്ങിന് കാലത്ത് മുതൽ ഡിലേ വന്ന ബൂത്തുകളുണ്ട്. പലരും വോട്ട് ചെയ്യാതെ മടങ്ങിയവരൊക്കെ ഞാൻ ചില ബൂത്തുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തിരിച്ചടിയാവുക. നിരവധി ആളുകൾ ഇതുപോലെ വോട്ട് ചെയ്യാൻ വന്നിട്ട് കനത്ത ചൂടാണ്. 1-2 മണിക്കൂർ ക്യൂ നിന്ന് എന്നിട്ടും വോട്ട് ചെയ്യാൻ കഴിയാതെ, ഇനി നിൽക്കാൻ കഴിയാതെ തിരിച്ചുപോയ ആളുകളുണ്ട്. പ്രായമായിട്ടുള്ള ആളുകൾ ക്യൂ കണ്ടിട്ട് തിരിച്ചുപോയ ആളുകളുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പലരും ഏതായാലും വോട്ട് ചെയ്തിട്ടേ പോകൂ എന്നുള്ള ഒരു ഉറച്ച നിശ്ചയത്തിലാണ്. പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയം കഴിഞ്ഞു. ഇപ്പോഴുള്ള വോട്ടർമാർക്കൊക്കെ ടോക്കൺ നൽകി ഇവിടെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.